അപ്പം നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ഇഡലിയും സാമ്പാറും കൂടെ ഞാൻ കുറച്ച് മീൻചാറും കൂടെ എടുത്തിട്ടുണ്ട്. കുറേ നാളായി മീൻചാറ് കൂട്ടി ഇഡലി കഴിച്ചിട്ട്. നല്ല ടേസ്റ്റായിട്ടോ. കഴിച്ചിട്ടില്ലാത്തവരെന്തായാലും ഒന്ന് കഴിച്ച് നോക്കും. ചിലരൊക്കെ ചിക്കൻ കറിയുടെ കൂടെയും ഈ ഇഡലി കഴിക്കും കേട്ടോ. അതും നല്ലൊരു കോംബോ ആണ്. അപ്പം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ നല്ല ചോറും പിന്നെ അതുപോലെ തന്നെ മീൻ കറിയും മീൻ്റെ തലയാണ് ഞാൻ എടുത്തത്. പിന്നെ പരിപ്പും അതുപോലെ തന്നെ മുരിങ്ങയിലയും കൂടെ ഇട്ട ചാറ് കറിയും നല്ല ചുണ്ട് തോരനും പിന്നെ അടമാങ്ങ അച്ചാറും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കൂട്ടി നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ. അപ്പം അവിടുത്തെ ഒരു ദിവസത്തെ ഫുഡ് ആണിത്. അപ്പം വീട്ടിലാകുമ്പോൾ ഭയങ്കര വിഭവസമൃദ്ധമായ ഫുഡൊക്കെ ആയിരിക്കും അമ്മ ഉണ്ടാക്കി വെക്കും നമ്മൾ വരുന്ന ദിവസം. അപ്പോൾ അല്ലേ തന്നെ അമ്മമാർ വെക്കുന്ന കറിക്ക് പ്രത്യേക ടേസ്റ്റാണല്ലേ. അതും വീട്ടിൽ ഞാൻ തന്നെ കുക്ക് ചെയ്തിട്ട് പിന്നെ വീട്ടിൽ വന്ന് കഴിക്കുമ്പം എന്തോ കുറേ ചോറെടുത്ത് കഴിച്ചിട്ട് കുറേ വെയിറ്റ് ഗെയിനൊക്കെ ആയിട്ടാണ് ഞാൻ വീട്ടിലോട്ട് പിന്നെ തിരിച്ചു പോകാറ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ പുറത്തോട്ട് പോകാനുണ്ടായിരുന്നു. നമ്മൾ ലുലു മാളിലൊന്ന് പോയിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് പിന്നെ നമ്മൾ ലുലു മാളിൽ പോയപ്പോൾ സ്ട്രോബെറി വാങ്ങിയായിരുന്നു. നല്ല വലിയ സ്ട്രോബെറി ആയിരുന്നു, പക്ഷേ ഭയങ്കര പുളിപ്പായിരുന്നു. സായുവിന് വേണ്ടി വാങ്ങിയായിരുന്നു. അവനങ്ങനെ നമ്മൾ സ്ട്രോബെറി ഇതുവരെയായിട്ടും കൊടുത്തിട്ടില്ല, പക്ഷേ നമ്മൾ കഴിച്ചു കേട്ടോ. അവനധികം അങ്ങനെ കഴിച്ചില്ല. പിന്നെ ഇത് മറ്റേ ലുലു മാളിൽ നിന്ന് കിട്ടുന്ന ഒരു ലോട്ടസ് ബിസ്കോഫിൻ്റെ ബിസ്ക്കറ്റില്ലേ, ഇത് ഞാൻ അങ്ങനെ നമ്മൾ ആ ബിസ്ക്കറ്റ് ട്രൈ ചെയ്ത് നോക്കി. കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം നല്ല ബിസ്ക്കറ്റാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ലുലുമാളിൽ പോയപ്പം ബ്രൊക്കോളി വാങ്ങിയായിരുന്നു. പിന്നെ ഓൾറെഡി നമുക്കിവിടെ മഷ്റൂം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബട്ടറിൽ ഇങ്ങനെ സോട്ട് ചെയ്ത് അതായിരുന്നു നൈറ്റ് കഴിച്ചത്. പക്ഷേ കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഓൾറെഡി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമല്ലോ. ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കുരുമുളകും ഉപ്പും ഇട്ടിട്ട് സോട്ട് ചെയ്തെടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ.